ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെസ്റ്റ് 30 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള സാരി ബ്ലൗസാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ബോർഡ് നെക്കാണ്, പ്രിൻസസ് കട്ടാണ്. പിന്നെ നമ്മൾ പുറകിൽ ബോട്ടിലി വട്ടം വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ 1 മീറ്റർ തുണിയാണ് നമുക്ക് തന്നിട്ടുള്ളത്, ലൈനിങ് ഉണ്ട്. അപ്പോൾ ഈ തുണിയിൽ നമ്മൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം കൈ കട്ട് ചെയ്ത് മാറ്റാം. കാരണം 11 ഇഞ്ച് കൈനീളം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൈ ആദ്യം കട്ട് ചെയ്തിട്ട് ബാക്കി ഉടൽ കട്ട് ചെയ്യാം. തുണി 4 ആക്കി ഇട്ടിട്ട് കൈ കട്ട് ചെയ്യാം. കൈയിറക്കം 11 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽത്തുമ്പിനായിട്ട് 1 ഇഞ്ച് കൂടുതലിടും. അതിന് ശേഷം പഫ് കൈയാണ്, അപ്പം നമ്മൾ 1.5 ഇഞ്ച് പഫിനായിട്ട് കൂടുതലിടും. അപ്പം 13.5. ടോട്ടൽ നമ്മൾ 13.5 ഇഞ്ചാണ് കൈയുടെ ഇറക്കമായിട്ട് എടുക്കുന്നത്. ഇത് നമ്മുടെ കൈയുടെ ഇറക്കം. ഇത് നമ്മൾ പഫ് സ്ലീവിനായിട്ട് കയറ്റിയിട്ടത്. നമ്മൾ റിഗാൾ ഷേപ്പ് നമ്മൾ 30 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ 3 ഇഞ്ച് 3.25 ഇഞ്ചാണ് റിഗാൾ ഷേപ്പ് കൊടുക്കുന്നത്. കൈ വണ്ണം 6 ഇഞ്ച്. താഴെ വശത്ത് നമുക്ക് കൈവണ്ണം 4.25 ഇഞ്ച്. 9 ഇഞ്ചാണ് 4.25. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കൈയുടെ ഒറിജിനൽ ഷേപ്പ് വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് പഫ് സ്ലീവിനുള്ളത് വരയ്ക്കാം. അതിൽ തുമ്പ് നമുക്ക് 1.5 ഇഞ്ച് നമ്മൾ കൂടുതലിട്ട്. പിന്നെ നമ്മൾ പഫ് സ്ലീവിനുള്ളത് നമ്മളിവിടെ നിന്ന് ഇപ്പോൾ ഇവിടം വരെ നമുക്ക് ഞൊറിയിട്ടാൽ മതി. അപ്പോൾ നമ്മൾ കൈ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം കൈക്കുള്ളതാണ് അടയാളപ്പെടുത്തിയത്. അതിനുശേഷം 1.5 ഇഞ്ച് നമ്മൾ പഫ് സ്ലീവിനുള്ളത് മുകളിലേക്ക് അടയാളപ്പെടുത്തി. അപ്പോൾ ഇവിടം വരെ നമുക്ക് ഞൊറിയിട്ടാൽ മതി. ഈ 1.5 ഇഞ്ച് നമ്മൾ ഇതാണ് 1.5 ഇഞ്ച്. അത് നമ്മൾ ഞൊറിയായിട്ട് ഇങ്ങനെ രൂപപ്പെടുത്തും. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പുറകുവശം കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ പുറകു പീസിനുള്ളത് കട്ട് ചെയ്യും. പുറകു പീസിനുള്ളത് ഈ ഓപ്പൺ സൈഡിൽ നിന്നാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് തേരുവശത്തിൻ്റെ അവിടെ നിന്ന് വരച്ചിടാം. ഇപ്പം ഇറക്കം വരുന്നത് നമുക്ക് 13.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ പടി സെപ്പറേറ്റ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ 14.5 1 ഇഞ്ച് കൂടുതലിടും. നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ടു. ഇനി നമുക്ക് ഷോൾഡർ 13.5 ആണ്. അപ്പം നമ്മൾ ബോട്ട് നെക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 ഇഞ്ചാണ് ഫുൾ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുന്നുള്ളൂ. 13.5 ആണ്. അപ്പം 6.25 നമ്മുടെ ഒറിജിനൽ ഷോൾഡർ. അതിൽ നമ്മൾ 1 ഇഞ്ചാണ് ഫുൾ ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 12.5 കിട്ടി. നമ്മൾ 6.25. ഇത് നമ്മുടെ ഫുൾ ഷോൾഡറാണ്. ഇത് നമ്മൾ ഇപ്പോൾ അടയാളപ്പെടുത്തിയത്. അതായത് 13.5 നമ്മൾ 1 ഇഞ്ചാണ് മൊത്തത്തിലുള്ള ഷോൾഡറിൽ നിന്ന് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 13.5 ഒന്ന് പോയി കഴിയുമ്പോൾ 12.5 കിട്ടി. 12.5യുടെ പകുതി 6.25. 6.25 നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി.
പിന്നെ കഴുത്തിറക്കം നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 3 ഇഞ്ചാണ് കിട്ടേണ്ടതുള്ളൂ. അത് നമ്മൾ അടയാളപ്പെടുത്തി. അകലം നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 9 ഇഞ്ച് കിട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ 4 ഇഞ്ച് അകലം കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് ഇറക്കവും 4 ഇഞ്ച് കഴുത്തിൻ്റെ അകലവും കൊടുക്കുന്നുണ്ട്. ഇത് ബോട്ടിനൊക്കെ ആയതുകൊണ്ട് തന്നെ തയ്ച്ച് തീരുമ്പോൾ 9 ഇഞ്ച് അകലം കിട്ടേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ 4 ഇഞ്ച് അകലം കൊടുക്കുന്നത്. നമുക്കൊന്ന് വരയ്ക്കാം. ഇത് നമ്മൾ കുഴിച്ചല്ല വരയ്ക്കുന്നത്. ബോട്ടിനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അധികം കുഴിക്കാതെയാണ് വരച്ചെടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വണ്ണമാണ് നോക്കേണ്ടത്. അപ്പം വണ്ണം വരുന്നത് ചെസ്റ്റ് വണ്ണം 30 ഇഞ്ചാണ്, ബ്രസ്റ്റ് വണ്ണം 30.5 ഇഞ്ചാണ്, വേസ്റ്റ് വണ്ണം 25 ഇഞ്ചാണ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ 30ൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത്. സാധാരണ നമ്മൾ 4 ഇഞ്ചാണ് കൂട്ടുന്നത്. ഇത് വണ്ണം കുറഞ്ഞ കൊച്ചായതുകൊണ്ട് തന്നെ നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ 3 ഇഞ്ചാണ് ലൂസ് കൂട്ടുന്നത്. നമുക്ക് 8.5 8.25 30ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് 33 വന്നു. 33ൻ്റെ 4 1 എന്ന് പറയുന്നത് 8.25. അപ്പോൾ 8.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ബ്രസ്റ്റ് വണ്ണത്തിനും അങ്ങനെ ഏകദേശം അത് തന്നെയാണ് വരുന്നത്, വലിയ വ്യത്യാസങ്ങളില്ല. പിന്നെ 25ൻ്റെ 4 അതായത് നമുക്ക് അതിൻ്റെ കൂടെ ലൂസ് ഒന്നും കൂട്ടണ്ട, വേസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ ലൂസ് കൂട്ടണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ 25ൻ്റെ 4 കണ്ടാൽ മതി. നമുക്ക് 6.25 അതിൻ്റെ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓപ്പൺ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 6.5 കൊടുക്കണം. താഴ്ത്തുമ്പ് വേണമല്ലോ. അപ്പോൾ നമ്മളിവിടെ 2 ഇഞ്ച് താഴ്ത്തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് താഴ്ത്തുമ്പ് ഇട്ടിട്ടുണ്ട്. ആണ് വേണ്ടത്. കൈക്കുഴിയുടെ ആംഹോൾ റൗണ്ട് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 14.5 വന്നു. അര തയ്യൽത്തുമ്പാണ്. ഇപ്പം 14ൻ്റെ കൂടെ അര കൂട്ടുമ്പോൾ 14.5 വന്നു. അപ്പോൾ നമ്മളിനി കൈക്കുഴിയാണ് നോക്കുന്നത്. സാധാരണ നമ്മൾ പറയും എടുക്കുന്ന ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കാൻ പാടില്ല എന്ന്. കാരണം എല്ലാ ശരീര ഷേപ്പുകാർക്കും അത് പാകമാവില്ല. പക്ഷേ ഈ കൊച്ചിന് ഉയർന്ന ഷോൾഡർ ആയതുകൊണ്ട് നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ 6.25 ഷോൾഡറിൻ്റെ വീതിയായിട്ട് എടുത്തിട്ടുള്ളത്. അതേ 6.25 തന്നെ നമ്മൾ കൈക്കുഴി കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ചെസ്റ്റ് അളവിൽ നമുക്ക് 7.25 നമുക്ക്, അതായത് ആംഹോൾ 14 പറഞ്ഞു. അപ്പോൾ അരയും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 14.5 വന്നു. 14.5യുടെ 2 1 എന്ന് പറയുന്നത് 7.25. അപ്പോൾ ഈ കൊച്ചിന് ഈ ചെസ്റ്റ് അളവിന്, അതായത് 30 ചെസ്റ്റ് അളവിന് കൈക്കുഴി കറക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ എടുക്കുന്ന ഷോൾഡർ തന്നെ നമ്മൾ കൈക്കുഴിയായിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് 6.25 തന്നെ കൈക്കുഴിയുടെ അളവായിട്ട് കൊടുക്കാം. അതെല്ലാവർക്കും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഉയർന്ന ഷോൾഡർ അതല്ലെങ്കിൽ വിരിഞ്ഞ ഷോൾഡർ ഉള്ളവർക്ക് നമ്മൾ ഷോൾഡറിൻ്റെ അളവ് തന്നെ കൈക്കുഴിയുടെ അളവായിട്ട് കൊടുത്താലേ നമുക്ക് ആംഹോൾ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് നമ്മളിവിടെ 5.5 കൊടുത്തിട്ട് നമുക്ക് അളന്ന് നോക്കാം വേണമെങ്കിൽ ഒന്ന്. ഇതാണ് നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ വര. നമ്മൾ 1/2 ഇഞ്ച് ഇട്ടിട്ട് അളന്നാൽ നമുക്കിവിടെ 6.25 കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെ നമ്മളിവിടെ 6.25 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് കൈക്കുഴിയായിട്ട് വരയ്ക്കാം. ഇതാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. അപ്പോൾ നമുക്കതൊന്ന് അളന്ന് നോക്കാം. ഇവിടെ 1/2 ഇഞ്ച് ഇട്ടിട്ട് നമ്മൾ അളന്നാൽ നമുക്കിവിടെ കൃത്യമായിട്ട് ആ അളവ് കിട്ടുന്നുണ്ട്. അപ്പോൾ 7.25 നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് ശരീര ഷേപ്പിനനുസരിച്ച് കൈക്കുഴിയുടെ അളവിൽ വ്യത്യാസം വരുന്നത്. അതായത് ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കുന്ന അപൂർവം ചില ശരീര പ്രകൃതികളിലൊന്നാണ് ഈ ഉയർന്ന ഷോൾഡറുകാർ. അപ്പോൾ അവർക്ക് ഉയർന്ന ഷോൾഡറുകാർ അല്ലെങ്കിൽ വളവോ ചെരിവൊന്നും ഇല്ലാത്ത ഷോൾഡറുകാർക്ക് നമ്മൾ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കേണ്ടി വരും. അത് ബോർഡിനൊക്കെ ആയതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഈ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇറങ്ങിയ കഴുത്തായിരുന്നെങ്കിൽ ഈ കൈക്കുഴിയുടെ അളവിൽ വ്യത്യാസം വന്നേനെ. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ എടുത്ത 6.25, അതായത് ഷോൾഡറിൽ നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കിട്ടിയ ഷോൾഡർ നമ്മൾ 6.25 ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 6.25 തന്നെ നമ്മൾ കൈക്കുഴി കൊടുത്ത് ആംഹോൾ റൗണ്ട് അളന്ന് നോക്കിയപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട്. 7.25 നമുക്ക് കിട്ടേണ്ടത്. അത് കണ്ടോ, നമുക്ക് 7.25 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ചെക്ക് ചെയ്യേണ്ടത് ആംഹോൾ റൗണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, ലൂസ് ചേർത്ത് ആംഹോൾ റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്നാണ്
നമ്മൾ കൈക്കുഴിയിൽ ചെക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പം കൊടുക്കാവുന്ന ചില അപൂർവ ശരീര ഷേപ്പുകളുണ്ട്. അത് നോക്കിയിട്ടായിരിക്കണം, നിങ്ങളുടെ ഷേപ്പ് അങ്ങനെയാണോ എന്ന് നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ അളവുകൾ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ ചെരിവ് കൊടുക്കുന്നുണ്ട് ഷോൾഡറിന്. കാരണം ബോട്ട് നെക്ക് വരുമ്പോൾ ഈ ചെരിവ് അർജൻറ്റാണ്. നമ്മളൊരു 1/4 ഇഞ്ചാണ് ചെരിവ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ ആം ഹോൾ റൗണ്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. കാരണം നമുക്കിവിടെ ആം ഹോൾ റൗണ്ടിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മളത് ഒരു 1/4 ഇഞ്ചും കൂടെ അല്ല, ഒരു പോയിന്റും കൂടെ നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ 7.25 കിട്ടുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പുറകുവശം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് വശം ഓപ്പൺ അല്ല, അപ്പോൾ അത് നമുക്ക് ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യാതെയാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. പ്രിൻസസ് കട്ടാണ്, ബോട്ട് നെക്കാണ്. അപ്പോൾ നമ്മുടെ ഫോൾഡഡ് സൈഡ്, നമ്മളിവിടെ ഫോൾഡഡ് സൈഡാണ്, അത് നമ്മൾ ഫ്രണ്ട് വശം വെട്ടാനായിട്ട് നമ്മൾ തിരിച്ചിട്ടു. ഇത് നമുക്ക് ക്രോസ് വെട്ടാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഫ്രണ്ട് വശം നമ്മുടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെയിറ്റ് കട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ തേര് വശം കട്ട് ചെയ്തിട്ടുണ്ടത് അത് നമ്മൾ മാറ്റിയിട്ടു, പുറത്തേക്ക് തള്ളിയിട്ടു. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെച്ചു. ഇനി നമുക്ക് ഈ കൈക്കുഴിയും കഴുത്തും ഷോൾഡറും എല്ലാം ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം. ഇറക്കത്തിൽ മാത്രം വ്യത്യാസം വരുത്താം. ഇറക്കത്തിൽ നമ്മൾ ഇവിടെ നമുക്ക് 14.5 നമ്മൾ 1.5 ഇഞ്ച് കൂട്ടിയിടും. നമ്മൾ 1.5 ഇഞ്ച് ഇറക്കത്തിൻ്റെ കൂടെ കൂട്ടിയിട്ടു. നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്യുന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് ഫ്രണ്ട് വശം ഓപ്പൺ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് കട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കഴുത്ത് അതുപോലെ തന്നെ വരച്ചെടുത്തു. മുന്നിലും പുറകിലും ഒരേ ഇറക്കമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അകലവും ഇറക്കവും എല്ലാം സെയിം തന്നെ. നമ്മൾ അത് തന്നെ കറക്റ്റ് ചെയ്ത് കൈക്കുഴി വണ്ണത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുറകുവശം എടുത്തു മാറ്റാം. ഇനി നമുക്ക് 8.25 നമുക്ക് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4 വണ്ണമായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ 8.25 ഇവിടെയാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് നമുക്ക് ഇവിടുത്തെ ടക്ക് പിടിക്കേണ്ടത്, അതായത് പ്രിൻസസ് കട്ടിൻ്റെ ടക്ക് പിടിക്കുന്നതിന് വേണ്ടി നമ്മൾ 1 ഇഞ്ച് കൂടെ ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ്. ടോട്ടൽ നമ്മൾ 11.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. 11.5 ഇഞ്ച്, അതായത് നമുക്ക് 8.25 ഫ്രണ്ടിൽ വേണ്ടത്. അപ്പം പടിക്ക് വേണ്ടി, അതായത് പ്രിൻസസ് കട്ടിൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് കൂടുതലിട്ടു. പിന്നെ നമ്മൾ തയ്യൽ തുമ്പ് കൂടുതലിട്ടു. ഇനി നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇവിടുത്തെ വണ്ണം നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ഇവിടുത്തെ വണ്ണം അടയാളപ്പെടുത്താം. അതിന് മുന്നേ നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം ഒന്ന് അടയാളപ്പെടുത്താം. അപ്പം അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം വരുന്നത് 11.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമുക്ക് തയ്യൽ തുമ്പ് കൂട്ടണം. അപ്പം 12.5 ഇഞ്ച് നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കമായിട്ട് അടയാളപ്പെടുത്തി. 11.5 ഇഞ്ചാണ് ശരീരത്തിൽ നിന്ന് എടുത്ത അളവ്. അപ്പം നമ്മൾ അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് 1 ഇഞ്ച്, ഇവിടുത്തെ 1/2 ഇഞ്ചും ഇവിടുത്തെ 1/2 ഇഞ്ചുമായിട്ട് തയ്യൽ തുമ്പ് കൂട്ടി 12.5 അടയാളം. ഇനി നമുക്ക് അകലമാണ്, ബ്രസ്റ്റ് പോയിന്റ് തമ്മിലുള്ള അകലം നമുക്ക് 7.5 അപ്പം 3.25 തയ്യൽ തുമ്പ് 4 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമ്മൾ 4 ഇഞ്ചിലാണ് ബ്രസ്റ്റ് പോയിന്റിന്റെ അകലം അടയാളപ്പെടുത്തുന്നത്. ഇനി നമുക്ക് പോയിന്റ് വേണം. ബ്രസ്റ്റ് പോയിന്റ് ഇവർക്ക് 9 ഇഞ്ചാണ്. അപ്പോൾ അത് നമ്മൾ അടയാളപ്പെടുത്തും. ഇതാണ് നമ്മുടെ പോയിന്റ്. ഇനി നമ്മൾക്ക് കൈക്കുഴി ഒന്ന് കറക്റ്റ് ചെയ്യണം. കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ
അത് കഴിഞ്ഞിട്ടാണ് ഇനി ടക്കിലേക്ക് നോക്കുന്നത്. നമുക്ക് ഈ കൈക്കുഴിയുടെ അവിടെ നിന്നൊരു ടക്ക് അർജൻറ്റാണ്. അപ്പോൾ ഈ മുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ നമ്മുടെ ഈ കോണിനോട് ചേർന്ന് വരുന്ന പോലെ നമ്മൾ സാധാരണ ബ്ലൗസിന് എടുക്കുന്ന പോലെ തന്നെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നമ്മൾ ഡിസ്റ്റൻസ് കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്കിവിടെ 1/2 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കണം. നമുക്ക് അത് വരയ്ക്കാം. നമ്മൾ കൈക്കുഴിയുടെ അവിടെ നിന്നുള്ള ടക്ക് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നുള്ളതാണ് വരയ്ക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ആണല്ല ബ്രസ്റ്റ് കുറവുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നില്ല, ഈ പോയിന്റിന്റെ ഇപ്പുറത്തേക്ക് കൊടുക്കുന്നില്ല. നമ്മൾ ഇവിടെയാണ് കറക്റ്റ് ചെയ്യുന്നത്, ഇതിന്റെ ഇപ്പുറത്തേക്ക്. അപ്പം നമുക്ക് 30 ഇഞ്ചാണ്, 30.5 ഇഞ്ചാണ് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിന്റെ ബ്രസ്റ്റ് വണ്ണം, വേസ്റ്റ് വണ്ണം 25ആണ്. അപ്പോൾ 5 ഇഞ്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് 2.5 ഇഞ്ചാണ് ടക്കിന്റെ വീതി വരുന്നത്. അപ്പോൾ 2.5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഇനി നമ്മളിവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് വരത്തിയിട്ട് അത് നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കും. അതിന് ശേഷം ഇത് ഇങ്ങനെ വരച്ചെടുക്കും. ഉണ്ടോ? അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരണം. ഇവിടെ വളഞ്ഞു വരണം. എങ്കിലേ നമുക്ക് കപ്പ് തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മളിവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലത്തെ വണ്ണം കിട്ടേണ്ടത് 25 പറഞ്ഞു. അതിൻ്റെ 4/1 6.25. അപ്പോൾ 6.25 നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഇവിടെ ചെക്ക് ചെയ്യണം. ഇവിടുത്തെ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് മാറ്റി. അതിനുശേഷം നമുക്കിവിടെ 3.25 കിട്ടുന്നുണ്ട്. 3.25 3 കിട്ടണം. നമുക്കിവിടെ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് 3 കിട്ടണം. അപ്പോൾ ഇവിടെ വരും. പിന്നെ നമുക്കിതിന് ഷേപ്പ് വരയ്ക്കണം. അതിന് നമ്മളിവിടെ നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക്, അതായത് ഇതാണ് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിൻ്റെ അതിൻ്റെ നടുക്ക്, ഇതിൻ്റെ രണ്ടിനെ കൊണ്ട് നടുക്ക് വരുന്നത് പോലെ നമ്മൾ ഷേപ്പിനായിട്ട് അതിലേക്ക് വരച്ചു. ഉണ്ടോ? ഷേപ്പ് വരച്ചു. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച്, അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് വരച്ചു. നമുക്കിത് വണ്ണം അടയാളപ്പെടുത്താം. ഇത് നമ്മുടെ ഇത് ചെസ്റ്റ് വണ്ണത്തിൻ്റെ 4/1. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് ലൂസ് കൂട്ടിയത്, അതായത് ഇതിന് വേണ്ടി ലൂസ് കൂട്ടിയത്. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് വരച്ചത്. അപ്പോൾ ഈ വരയും കൂടെ ഒപ്പം വരയ്ക്കണം. ഇനി നമുക്ക് തയ്യൽ തുമ്പ്. അപ്പോൾ ഇത് ടക്ക് പിടിച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പടി ഇതേ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്തുകൊണ്ട് ഇതേ തന്നെ ആഡായി വന്നിട്ടുണ്ട് പടി, അതായത് ബാൻഡ്. അപ്പോൾ അത് നമുക്ക് വണ്ണം അടയാളപ്പെടുത്തിയാൽ മതി. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടത് 6.25. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ്. ഇത് നമ്മൾ കട്ടിങ്ങിന് വേണ്ടി ഷേപ്പ് ചെയ്തതാണ്. ഇതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ബ്ലൗസിന് വേണ്ടി കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതാണ്. കാരണം നമുക്കിവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഈ ബാൻഡിന് ഷേപ്പ് കിട്ടത്തില്ല, അതുകൊണ്ടാണ് ഇത് മാറ്റി വരച്ചത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ബാൻഡ് നമുക്ക് ഇവിടെ ഓപ്പൺ അല്ല, അതങ്ങനെ തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ലൈനിങ് എല്ലാം അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉൾവശം മാത്രം നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. നമുക്ക് ലൈനിങ്ങിലേക്ക് അടിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ കട്ട് ചെയ്യുന്നില്ല. ഇനി നമ്മളിത് ലൈനിങ്ങിൽ
അറ്റാച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ തയ്ക്കുന്ന നേരത്ത് കാണിക്കാം. നമുക്കിനി ബാൻഡ് പീസ് 2 പീസും കൂടെ കട്ട് ചെയ്യണം. പടി, ക്രോസ് പീസ് ഇതെല്ലാം കട്ട് ചെയ്യണം. ഇത്രയും തുണിയുള്ളൂ. ഇതിന് വേണം നമ്മൾ എല്ലാം. നമുക്ക് ബാൻഡ് പീസ് വേറെ തന്നെ കൊടുക്കാം. കാരണം നമുക്ക് പോട്ടലി ബട്ടണുള്ളത് കിട്ടണം, പടിക്ക് കിട്ടണം, ക്രോസ് പീസിന് കിട്ടണം. ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഈ തുണി ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്കിനി ലൈനിങ് കൂടെ കട്ട് ചെയ്തിട്ട് തയ്ക്കുന്ന നേരത്ത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ ബ്ലൗസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുറകിൽ വെക്കാനുള്ള പോട്ടലി ബട്ടൺ തയ്യാറാക്കാം. അപ്പം ബ്ലൗസിൻ്റെ പീസ് ഇങ്ങനെ ചതുരത്തിലെടുത്തിട്ട് നമ്മളതിനകത്ത് തെർമോക്കോൾ വെച്ച് പോട്ടലി ബട്ടൺ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരേ വലിപ്പമുള്ള തെർമോക്കോൾ എടുക്കുക. അതിനുശേഷം ഇതിനകത്ത് വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞെടുക്കുക. നൂലും കൊണ്ട് ചുറ്റി വെക്കുക. അപ്പോൾ ഇങ്ങനെ ഇട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ നിൽക്കുന്ന തുണി കുറച്ച് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ഇട്ട് ഇങ്ങനെ നമ്മൾ പോട്ടലി ബട്ടൺ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. 10-12 നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് തയ്ച്ചു പിടിക്കുന്നത് ഞാൻ നോക്കാം. ആദ്യം നമുക്ക് കൈ അടിച്ച് മറിച്ച് ഞൊറിയിട്ട് വെക്കാം. താഴ്വശം പതിച്ചടിക്കാം. നമുക്ക് മുകൾ വശത്ത് ഞൊറിയിട്ട് കൊടുക്കാം. ഈ 1.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിരുന്നു. ആ 1.5 ഇഞ്ചിലാണ് നമ്മൾ ഞൊറിയിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് ഞൊറിയിടുക. നമ്മൾ ഞൊറിയിട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത കയ്യും ഇതുപോലെ ഞൊറിയിട്ടെടുക്കാം. നമ്മൾ കട്ടിങ് അടിക്കാൻ പോവാണ്. നമുക്ക് കട്ടിങ് അടിക്കാൻ ഒറ്റ തുണി മാത്രമേ നമുക്ക് ഫ്രണ്ടിലൊരു തുണി മാത്രമേ നമുക്ക് ബ്ലൗസിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് തുണി തികയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ നല്ല തുണി നടുക്ക് വരുന്ന പോലെ നമ്മൾ എക്സ്ട്രാ തുണി ഇങ്ങനെ വെച്ചു. അതിനുശേഷം ബ്ലൗസിൽ നിന്നുള്ള തുണി നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചു. അതിനുശേഷം ഇതിന് ഏകദേശം മാച്ചായ വേറൊരു തുണി നമ്മൾ ഇതിൻ്റെ മുകളിൽ നല്ല വശത്ത് നമ്മൾ വെച്ച് കൊടുത്തു. അതിനുശേഷം ഈ താഴ്വശം നമ്മൾ തയ്ക്കാൻ പോവാണ്. കട്ടിങ് പീസ് ഒറ്റ പീസാണ് നീളത്തിൽ. നമ്മൾ പുറകിലാണ് ഓപ്പൺ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ കട്ടിങ് ഒറ്റ നീളത്തിലുള്ളതാണ്. നമ്മൾ സാധാരണ ബാൻഡ് അടിക്കുന്നത് തന്നെ ഈ വശം ഈ ഒരു പീസ് നമ്മൾ ഉള്ളിലേക്ക് മറിച്ചു ഒറ്റ പീസൊക്കെ നമ്മൾ കളിച്ചടിക്കുന്നു. ഇനി നമുക്ക് ഇങ്ങോട്ട് മറിച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കാം. നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ ഒറ്റ പീസിലുള്ള ബാൻഡ് പീസ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുറകുവശം പോട്ടലി ബട്ടൺ എങ്ങനെ വെച്ച് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പുറകുവശം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലതുവശത്ത് പടിയുടെ അവിടെയാണ് നമ്മൾ പോട്ടലി ബട്ടൺ വെക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് എത്ര ഇഞ്ച് ഉണ്ടെന്ന് അത് നോക്കണം. അപ്പോൾ ഇവിടുത്തെ അരയിഞ്ചും വിട്ടിട്ട് വേണം നമ്മൾ അളന്ന് നോക്കാൻ. അപ്പോൾ നമുക്ക് 10.5 ഉണ്ട്. അപ്പോൾ ആ 10.5 നമുക്ക് എത്ര പോട്ടലി ബട്ടൺ വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഓരോ ഇഞ്ച് വിട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ 3/4 ഇഞ്ച് വിട്ടിട്ടാണെങ്കിലും അങ്ങനെ നോക്കാം. അപ്പോൾ ഓരോ 3/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. അടയാളപ്പെടുത്തിയിട്ട് കാണിക്കാം.
അപ്പോൾ നമ്മൾ 3/4 ഇഞ്ച് ഇടവിട്ട് ഓരോ അടയാളം കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ പൊട്ടൽ വട്ടം വെക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ പടി വെച്ചിട്ട് മറിച്ചെടുക്കുന്നത്. നമുക്ക് പൊട്ടൽ വട്ടം വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുക. കൽത്തുമ്പ് കണക്കാക്കി നമ്മൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു ലൈനിൽ വരാൻ നോക്കുക, ശ്രദ്ധിക്കുക, എന്നാലേ ഭംഗി കിട്ടുള്ളൂ. ഓരോ 3/4 ഇഞ്ചിലും നമ്മൾ ബോട്ടിൽ വെച്ച് ബട്ടൺ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഫുള്ള് ബോട്ടിൽ വട്ടം വെച്ച് കൊടുത്തു. ഇനി എക്സ്ട്രാ നിൽക്കുന്ന നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പടിയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ബോട്ടിൽ വട്ടം വെച്ചെടുത്തു. ഇനി നമുക്ക് പടി വെച്ച് കൊടുക്കാം. ബ്ലൗസിൻ്റെ പീസ് തന്നെ ഒരു 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ വലതുവശത്തെ പടി കൊളുത്ത് വെക്കാനുള്ള പടി വെക്കുന്നത് തന്നെയാണ് ഇത് വെക്കുന്നത്. നമ്മളിത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് മറിക്കണം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പടിയൊന്ന് പതിച്ചടിക്കാം. നമ്മൾ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സാധാരണ പടി അടിക്കുന്ന പോലെ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കാം. ഇങ്ങനെ വരും. നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നമുക്കിനി അടിവശത്ത് പടി വെച്ച് കൊടുക്കണം. അപ്പുറ വശത്ത് സാധാരണ നമ്മൾ കുഴ വെക്കാൻ വേണ്ടി തയ്ക്കുന്ന പോലെ തന്നെ പടി വെച്ച് തയ്ക്കുക. നമ്മൾ ഇടതുവശത്തെ പടി ചീത്തവശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിക്കുകയാണ്. നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടിവശമാണ് പടി വെച്ച് കൊടുക്കേണ്ടത്. ഇറക്കം നോക്കിയിട്ട് നമുക്ക് 13.5 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പം കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇട്ടിട്ട് ഇവിടെ നമ്മൾ 13.5 ഇടയിലെടുത്ത് അതിൽ നമ്മൾ പടി വെച്ച് കൊടുക്കുക. ഇതിനും അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് വരിക. പിന്നെ നമുക്ക് അടിയിലത്തെ പടി വെച്ച് കൊടുക്കാം. നമ്മൾ പടിയെല്ലാം തയ്ച്ചിട്ടുണ്ട്. ഇറക്കമെല്ലാം കറക്റ്റാണോ നോക്കിയിട്ടുണ്ട്. നമ്മൾ പോട്ടിലി വട്ടിനും പടിയെല്ലാം കൊടുത്ത് നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇറക്കം ചെക്ക് ചെയ്ത് നോക്കാം.
നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 13.5 ഇഞ്ചാണ് കിട്ടേണ്ടത്. അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിവിടെ 14 ഇഞ്ച് ഉണ്ട്, അത് 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട്. അപ്പം 13.5 നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടും. അങ്ങനെ നമ്മൾ പുറകുവശം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് വശമാണ് തയ്ക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് വശം ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഞാൻ വിടിയിച്ചിട്ടില്ല. നമ്മൾ തുടക്കക്കാരാണെങ്കിൽ പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ, തുടക്കക്കാരാണ് തയ്ക്കുന്നതെങ്കിൽ ഇങ്ങനെ തയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് നമ്മൾ ഇത് തീർത്ത് പിടിക്കുമ്പോഴാണ് അത് താഴോട്ട് ഇറങ്ങുകയും കയറുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മൾ പിടിക്കാതിരിക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ് ഏരിയയിലേക്ക് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ലൈനിങ് ഒട്ടും വെട്ടിയിട്ടില്ല. ഉണ്ടോ, അതിൻ്റെ ഇടഭാഗമൊന്നും ഞാൻ വെട്ടിയിട്ടില്ല. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബ്ലൗസിൻ്റെ തുണി നിർത്തിയിടുകയാണ്. നമുക്കിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഫ്രണ്ട് പീസ് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുവാണ്. നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുവാണ്. ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കുന്നത്. തുടക്കക്കാരൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ടാണ് പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കുന്നതെങ്കിൽ ഈ രീതി ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും, തയ്ക്കാൻ മാറിപ്പോവില്ല. അതുപോലെ നമുക്ക് ഒരു ധൈര്യം ഉണ്ടാവും, തയ്ച്ചെടുക്കാന്നുള്ള ഒരു ധൈര്യം ഉണ്ടാവും. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് നമ്മളിവിടെ കട്ട് ചെയ്യും. ഇവിടെ കട്ട് ചെയ്തിട്ടാണ് നമ്മളിനി അടിക്കാൻ തുടങ്ങുന്നത്. അല്ല, നമ്മൾ ഫ്രണ്ട് പീസ് അടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ കൈക്കുഴിയുടെ അവിടെ കൃത്യമായിട്ട് ഒപ്പം വെക്കുക. ഒപ്പം വെച്ചിട്ട് നമ്മൾ അടിക്കാൻ തുടങ്ങുകയാണ്. ഇവിടെ നമ്മൾ ബസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കുക. വലിക്കാതെ പതുക്കെ വെച്ച് കൊടുക്കുക. ആ ബസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ നോച്ചിട്ടെടുത്ത് വരുമ്പോൾ നമ്മൾ കുത്തി നിർത്തുക. അതിനുശേഷം താഴേക്ക് പതുക്കെ വലിക്കാതെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ താഴെ വശത്ത് ഒരിച്ചിരി വേരിയേഷൻ വരാം, അത് കുഴപ്പമില്ല. ഉണ്ടോ, ഒരു 4 ഇഞ്ചിൻ്റെ വേരിയേഷൻ വരണമെന്ന് വരാം, അത് കുഴപ്പമില്ല. അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം നമ്മൾ ബാൻഡ് പീസ് വെക്കുമ്പോൾ അതോടെ കറക്റ്റായിട്ട് വരും. ഇവിടെ നമുക്കൊരു 4 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്, അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് പതിച്ചടിക്കണം. ഇത് നമ്മൾ പതിച്ചടിച്ചാലേ ഇതിൻ്റെ ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തയ്യൽത്തുമ്പ് ഈ ഇടതുവശത്തെ പീസിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമ്മൾ പതിച്ചടിക്കുകയാണ്. നല്ലത് ഭംഗിയായിട്ട് അവിടെ നിൽക്കുകയുള്ളൂ, പ്രസ് ചെയ്ത് നിൽക്കുകയുള്ളൂ. നമ്മളത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. കപ്പൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കൈക്കുഴിയുടെ അവിടെ വേരിയേഷൻ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഒന്ന് അളന്ന് നോക്കാം. നമുക്ക് 7.25 കൃത്യമായിട്ടുണ്ടോ എന്നുള്ളത്. നമ്മൾ അടിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് 7.25 ആം ഹോളിന് കിട്ടേണ്ടത്, അതുണ്ടോ നോക്കാം. ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത്. 8.25. അപ്പോൾ നമുക്കിവിടെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് അളന്ന് നോക്കാം. നമുക്കിവിടെ കൃത്യമായിട്ട് കണ്ടോ 7.25 കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈക്കുഴി ആം ഹോൾ റൗണ്ട് കറക്റ്റാണ്. അപ്പം നമുക്കിനി ബാൻഡ് പീസ് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുക്ക് ഇവിടെ ഒരു ടക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഇവിടെ പൊങ്ങി നിൽക്കാതിരിക്കും, കഴുത്ത് പൊങ്ങി നിൽക്കാതിരിക്കാനൊക്കെ നല്ലതാണ് ഇവിടെ ടക്ക് ഇടുന്നത്, കുറച്ചുകൂടെ ഒതുങ്ങി നിൽക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നടുക്കായിട്ട് ടക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് നടുവ്. അപ്പോൾ അവിടെ ഒന്ന് നമ്മൾ ഒരു 1.25 ഇഞ്ച് നീളത്തിൽ ഇവിടെ 3 വരും. 1.25 അങ്ങോട്ടും 1.25 ഇങ്ങോട്ടുമായിട്ട് നമ്മൾ ടക്കിന് അടയാളപ്പെടുത്തി നടുക്ക്. എന്നിട്ട് ഒരു ചെറിയ ടക്ക്, അധികം തടിച്ചതല്ലാത്ത ചെറിയൊരു തുടക്കത്തിൽ നാരോ ആയിട്ട്, അതായത് ഒതുങ്ങി വന്നിട്ട് നടുക്കൊരു ഇച്ചിരി ഒരു പോയിന്റ് അധികം വന്ന് ഇത് ഒതുക്കിയെടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ടക്കടിച്ചിട്ടുള്ളത് നടുക്ക്.
നൈസായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ടക്കടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ബ്ലൗസിൻ്റെ അവിടെ ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും, ആ പൊങ്ങൽ ഒഴിവാക്കി നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ടക്കെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചുളുക്കൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് അങ്ങനെ ഇത് നമുക്ക് ബാൻഡ് പീസാണ് കൊടുക്കേണ്ടത്. നമ്മൾ ബാൻഡ് പീസ് തയ്ച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് ബാൻഡ് പീസ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പ്രിൻസസ് കട്ട് തയ്ക്കുമ്പോൾ നമ്മൾ ബാൻഡ് കൊടുത്താൽ തയ്ക്കുന്നതെങ്കിൽ ചിലർക്ക് ഇത് രണ്ടും, അതായത് ഫ്രണ്ട് വശം കൂടുതലായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പുറകു പീസിൻ്റെ മുകളിൽ ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ മറ്റേ ബ്ലൗസ്, അതായത് സാധാരണ നമ്മുടെ സാരി ബ്ലൗസ് തയ്ക്കുന്ന പോലെ തന്നെ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പുറകു പീസിൻ്റെ മുകളിൽ നമ്മൾ ഫ്രണ്ട് പീസ് എടുത്ത് വെക്കുക. അതിനുശേഷം ഇവിടെ നമ്മുടെ ബാൻഡിൻ്റെ എത്ര വീതി വേണമെന്നുള്ളത്, ബാൻഡിന് എത്ര വീതി വേണമെന്നുള്ളത് ഇവിടെ അളന്ന് നോക്കാൻ പറ്റും. നമ്മളിതിന് ടക്കെല്ലാം കൊടുത്തതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്കിത് അളവ് കിട്ടും. നമുക്ക് അളന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 3.5 ഇഞ്ചാണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് 1/2 ഇഞ്ചും കൂടെ കൂട്ടി 4 ഇഞ്ച് വേണം. ഇവിടെ ഈ നടുക്ക് നമുക്ക് 2.5 ഇഞ്ചാണുള്ളത്. അപ്പോൾ 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമുക്ക് 3 ഇഞ്ച് വേണം. ഈ സൈഡിൽ നമുക്ക് 2.5 ഇഞ്ചാണ്, അവിടെ നമുക്ക് 3 ഇഞ്ച് വേണം. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ബാൻഡ് പീസയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ബാൻഡ് അടിച്ചു വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 4 ഇഞ്ചാണ് പറഞ്ഞത്. നമ്മൾ 4 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. നടുക്ക് നമ്മൾ 3 ഇഞ്ചാണ് പറഞ്ഞിട്ടുള്ളത്, അത് 3 ഇഞ്ച് കൃത്യമായിട്ട് നമുക്കുണ്ട്. ഇവിടെ നമ്മൾ 3 ഇഞ്ചാണ് പറഞ്ഞത്, അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഉണ്ട്. നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടോ, നമ്മൾ ബാൻഡ് തയ്ക്കേണ്ട വീതിയാണിത്. അപ്പം ഇങ്ങനെ നമ്മൾ അളന്ന് തയ്ച്ചു കഴിഞ്ഞാൽ പ്രിൻസസ് കട്ടല്ല, ഏത് ബ്ലൗസ് ആയാലും നമുക്ക് കറക്റ്റായിട്ട് ബാൻഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെ അടയാളപ്പെടുത്തുക. മറുവശത്തും താഴെ നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. നടുക്ക് 3 ഇഞ്ച്, ഇവിടെ നമ്മൾ 3 ഇഞ്ച്. ഇങ്ങനെ വരും. അപ്പോൾ ഈ വരയിൽ കൂടെ നമ്മൾ പിടിപ്പിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാം. നടുക്കുന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ നടുക്ക് വെച്ച് തയ്ച്ചു തുടങ്ങുകയാണ്. നമ്മൾ അടയാളപ്പെടുത്തിയ അതിലെയാണ് നമ്മൾ തയ്ച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയതിലോ അതിലെയാണ് നമ്മൾ തയ്ച്ചു വന്നിട്ടുള്ളത്. ഉണ്ടോ, ഇനി നമുക്ക് ഇങ്ങോട്ടടിക്കണം. ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അത് നമ്മൾ ഇങ്ങോട്ടടിക്കണം. നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് തയ്ക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകം നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇറക്കം കറക്റ്റ് ആണോ എന്ന്. കാരണം കറക്റ്റ് ആയിരിക്കും, നമ്മൾ അളന്ന് നോക്കിയിട്ടല്ലേ കറക്റ്റ് ചെയ്യുന്നേ. ഒക്കെ തൈലൊക്കെ എളുപ്പമാക്കാനുള്ള ടിപ്സുകളാണ് ഇതെല്ലാം. ഇത്ര അറിയത്തില്ലാത്തവർക്കും പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ച്ചിടാൻ പറ്റും, ഇങ്ങനത്തെ ടിപ്പുകളൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ. അപ്പോൾ നമ്മളത് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചുളുക്കൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് പുറകു പീസിലേക്ക് ഞാൻ വെച്ച് കാണിച്ചു തരാം. നമുക്ക് കറക്റ്റ് ഇറക്കമായിരിക്കും. ഫ്രണ്ട് പീസ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, കറക്റ്റ് ഇറക്കത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു വ്യത്യാസം, കറക്റ്റ് ഇറക്കത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഉണ്ടോ, ഇവിടെ എല്ലാം കറക്റ്റാണ്, അടിവശവും കറക്റ്റാണ്. ഇതാണ് നമ്മൾ കട്ടിങ് കറക്റ്റായിട്ട് അളന്ന് നമ്മൾ തയ്ച്ചാലുള്ള ഗുണം. അപ്പോൾ നമുക്കിനി ഷോൾഡർ കൂട്ടി വെപ്പിച്ച് കഴുത്തും കയ്യും എല്ലാം പിടിപ്പിച്ച് ലാസ്റ്റ് കാണിക്കാം. ഇത്രയും ഉണ്ടായിരുന്നുള്ള വിഷമമുള്ള ഘട്ടങ്ങൾ, അതായത് നമ്മൾ ബോട്ടിൽ വട്ടം പിടിപ്പിക്കുന്നതും ഫ്രണ്ട് പീസ് തയ്ക്കുന്നതും ബാൻഡ് പിടിപ്പിക്കുന്നതായിട്ടാണ് കുറച്ച്
പ്രത്യേകതയുള്ള സ്ഥലങ്ങൾ അതൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ ഇനി ഞാൻ ഷോൾഡറും അടിച്ച് ബ്ലൗസ് ഫിനിഷ് ആക്കിയിട്ട് ഫൈനൽ ലുക്ക് കാണിക്കാം. ഇങ്ങനെ നമ്മുടെ സാരി ബ്ലൗസ് തയ്ച്ച് പൂർത്തിയായിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബോട്ട് നെക്ക്, പ്രിൻസസ് കട്ട്, പിന്നെ പുറകിൽ ബാക്ക് ഓപ്പൺ പോട്ട്ലി ബട്ടൺ വെച്ചിട്ടുള്ള ബ്ലൗസാണ്. 30 ഇഞ്ച് ചെസ്റ്റ് അളവിലുള്ളതാണ്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക്